ഹായ്, ഞാൻ അദീബ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നെറ്റ് യൂസ് ചെയ്യാതെ ഒരു ആപ്പിൻ്റെയും സഹായമില്ലാതെ എങ്ങനെ ഹൈ ക്വാളിറ്റി വീഡിയോ കോൾ ചെയ്യാമെന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് കൂടാതെ 2-3 ടോപ്പിക്കിനെ കുറിച്ചും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ടോപ്പിക് എന്താണെന്നുള്ള കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ നോർമലായിട്ട് വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആപ്സ് ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ IMO, അല്ലെങ്കിൽ ഡ്യൂ, അല്ലെങ്കിൽ സ്കൈപ്പ്, അല്ലെങ്കിൽ വാട്സപ്പ്, അല്ലെങ്കിൽ FB മെസ്സേജർ. ഇതിലൂടെയാണ് നമ്മൾ എല്ലാവരും വീഡിയോ കോൾ ചെയ്യാറുള്ളത്. ഈ പറഞ്ഞ ആപ്പൊക്കെ ഉപയോഗിച്ച് നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് വീഡിയോയുടെ ക്വാളിറ്റി തന്നെയാണ്. ഒന്നെങ്കിൽ വോയിസ് സിങ്ക് ആവാണ്ടിരിക്കുക, അല്ലെങ്കിൽ കോൾ ഇടയ്ക്ക് വെച്ച് കട്ടായി പോവുക, അല്ലെങ്കിൽ കോൾ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഈ ആപ്പ് ഉപയോഗിച്ചൊക്കെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മെയിൻ പ്രശ്നം. ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും പറയാനുള്ളത് പോലെ തന്നെ എനിക്കും പറയാനുള്ളത് നെറ്റിന് സ്പീഡില്ല എന്നുള്ള ഒരു ഒറ്റ ഉത്തരമാണ്. പക്ഷേ നമ്മൾ യൂട്യൂബിൽ കയറുമ്പോഴും ടിക്ടോക്ക് ഉപയോഗിക്കുമ്പോഴും ഡൗൺലോഡ് ചെയ്യുമ്പോഴൊക്കെ നെറ്റ് നല്ല സ്പീഡുണ്ട്. പക്ഷേ ആ സ്പീഡ് നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് വോയിസ് കോൾ ചെയ്യുന്ന അതേ ക്വാളിറ്റിയിൽ വീഡിയോ കോൾ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. അപ്പം നമുക്ക് സംസാരിച്ച സമയം കളയാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനായിട്ട് വേണ്ടത് ഒരു ജിയോ സിമ്മും ഒരു സ്മാർട്ട് ഫോണുമാണ് വേണ്ടത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ 2 സ്മാർട്ട് ഫോൺ ഉണ്ട്. ഒന്ന് റിയൽമി, ഒന്ന് വിവോ. ഈ 2 സ്മാർട്ട് ഫോണിലും ജിയോ സിമ്മാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ 2 ഫോൺ ഉപയോഗിച്ച് എങ്ങനെ HD വീഡിയോ കോൾ ചെയ്യാന്നുള്ള കാര്യം നമുക്കിപ്പോൾ നോക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ റിയൽമി ഫോണിൽ നിന്ന് വിവോയിലോട്ടൊരു വോയിസ് കോൾ ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ ഡയലർ ഓപ്പൺ ചെയ്തിട്ട് ഈ വിവോയിലുള്ള നമ്പറിലോട്ട് ഞാനൊരു വോയിസ് കോൾ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഈ 2 ഫോണും വോയിസ് കോളിൽ കണക്റ്റഡ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ റിയൽമി ഫോണിൻ്റെ എൻഡ് ബട്ടൻ്റെ തൊട്ടടുത്തിട്ട് ഒരു വീഡിയോൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ വിവോ ഫോണിലും ഒരു വീഡിയോ കോളിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ഈ ഐക്കൺ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ഈ ഐക്കണിൽ പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വോയിസ് കോൾ വീഡിയോ കോളിലോട്ട് സ്വിച്ച് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് പ്രസ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഞാൻ റിയൽമി ഫോണിലുള്ള വീഡിയോ കോളിൻ്റെ ഐക്കൺ പ്രസ് ചെയ്യാൻ പോവുകയാണ്. ഇത് പ്രസ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് വിവോയിൽ ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. ഇൻവൈറ്റിംഗ് എ വീഡിയോ കോൾ എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. ഒന്നെങ്കിൽ ഈ വീഡിയോ കോൾ നമുക്ക് റിജക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ടു വീഡിയോ കോൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോൺ വീഡിയോ കോളിൽ കണക്റ്റ് ആവും. ഈ 2 ഫോണും ഇപ്പോൾ വീഡിയോ കോളിൽ കണക്റ്റഡ് ആണ്. ഇനി നമുക്ക് ഈ കോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വോയിസ് കോളിലോട്ട് സ്വിച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനായിട്ട് ഈ റെഡ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് വോയിസ് കോളിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് വോയിസ് കോൾ ആവും. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോ കോളാണ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഈ കോൺടാക്റ്റ് സെലക്ട് ചെയ്യാം. ഈ കോൺടാക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് വീഡിയോ കോൾ എന്നുള്ള ഓപ്ഷൻ. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട രീതിയിൽ വീഡിയോ കോൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ കോൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇതിന് കുറച്ച് പോരായ്മകളുണ്ട്. നമുക്ക് ഈ മെത്തേഡിൽ ഗ്രൂപ്പ് വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പിന്നെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇത് ജിയോ ടു ജിയോ മാത്രമേ വർക്ക് ആവുന്നുള്ളൂ. ഞാൻ ഈ എയർടെൽ, വോഡഫോൺ, ഐഡിയ പോലുള്ള നെറ്റ്വർക്കുകളിലേക്ക് കോൾ ചെയ്ത് ചെക്ക് ചെയ്തിരുന്നു. പക്ഷേ അതിലൊന്നും ഇത് സപ്പോർട്ട് ആവുന്നില്ല. ജിയോയിൽ മാത്രമാണ് ഇത് സപ്പോർട്ട് ആവുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എയർടെൽ, ഐഡിയ, വോഡഫോൺ ഈ സിമ്മൊക്കെ 2Gയിലും വർക്ക് ചെയ്യും, 3Gയിലും വർക്ക് ചെയ്യും, 4Gയിലും വർക്ക് ചെയ്യും. പക്ഷേ ജിയോ 2G, 3G ഈ 2 ഇതിലും സപ്പോർട്ട് ആവില്ല. 4G വിയോൾട്ടിൻ്റെയും മാത്രമേ ജിയോ വർക്ക് ആവുള്ളൂ. അതുതന്നെയാണ് ഇതിൻ്റെ കാരണം. ജിയോൻ്റെ വോയിസ് കോളും കണക്റ്റ് ആവുന്നത് 4G വഴിയാണ്. അതുകൊണ്ടാണ് ഈ വോയിസ് കോളിൽ തന്നെ നമുക്ക് വീഡിയോ കോളിലോട്ട് സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിലുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ രീതിയിൽ വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന്. ശരിയാണ്, ഈ രീതിയിൽ വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ് യൂസ് ചെയ്യേണ്ട. നമ്മൾ വോയിസ് കോളാണ് ചെയ്യുന്നത്. അത് നേരെ നമ്മൾ വീഡിയോ കോളിലോട്ട് സ്വിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ വീഡിയോ കോൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മുടെ ഡാറ്റ ലിമിറ്റിൽ നിന്ന് MB ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അംബാനി അങ്ങനെ എല്ലാം ഫ്രീ ആയിട്ട് തരില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ ഈ രീതിയിൽ നമുക്ക് വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. വോയിസ് കോൾ ചെയ്യുന്ന അതേ ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ കൂടെ 2-3 ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന്. അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ജിയോ സിമ്മിൽ എങ്ങനെ കോളർ ട്യൂൺ സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. കോളർ ട്യൂൺ എന്ന് പറയുന്നത് നമ്മൾ ഫോണിലോട്ട് ഒരാൾ വിളിക്കുമ്പോൾ അയാൾക്ക് ബെല്ല് റിങ് ചെയ്യുന്ന സൗണ്ടാണ് കേൾക്കുക. ആ ശബ്ദത്തിന് പകരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സോങ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതെങ്ങനെയെന്നുള്ള കാര്യം നമുക്കിപ്പോൾ നോക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം ജിയോ മ്യൂസിക് എന്ന് സെർച്ച് ചെയ്യുക. ഇങ്ങനെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജിയോ 7 മ്യൂസിക് എന്നുള്ളൊരു ആപ്പ്. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിവിടെ ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്പിൻ്റെ മുകളിലായിട്ട് 3 ലൈൻസ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ നമ്പർ ലോഗിൻ ചെയ്യണം. ഇവിടെ ഞാൻ ആൾറെഡി ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ലോഗിൻ ആവും. അങ്ങനെ ലോഗിൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കയറിയിട്ട് ഒന്ന് സൈൻ ഇൻ ചെയ്യുക. അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സെർച്ചിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് സെർച്ച് ചെയ്യുക.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോങ് സെർച്ച് ചെയ്തതിന് ശേഷം ആ സോങ് പ്ലേ ചെയ്യാം. പ്ലേ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെറ്റ് ജിയോ ടൂൺ എന്നുള്ള പറഞ്ഞ ഓപ്ഷൻ. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ജിയോ ടൂൺ എന്നുള്ള ഓപ്ഷൻ ഒന്നുകൂടെ പ്രസ് ചെയ്യാം. ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജിയോ ടൂൺ ഇതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 സെക്കൻഡിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഫോണിലോട്ടൊരു മെസ്സേജ് വരും. ഈ സോങ് നിങ്ങളുടെ കോളർ ടൂണായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് ആയിരിക്കും വരിക. പിന്നെ നിങ്ങൾക്ക് ഈ കോളർ ടൂൺ ഡീആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ മെസ്സേജിൽ തന്നെ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ഡീആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ കോളർ ടൂൺ വേണ്ടാന്നുണ്ടെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്നും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ കോളർ ടൂൺ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിന് എക്സ്ട്രാ എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ജിയോ സിം റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ്. നമ്മളിൽ പല ആളുകളും നിലവിലുള്ള റീചാർജ് പ്ലാൻ തീരുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് തന്നെ നമ്മൾ പുതിയ പ്ലാൻ റീചാർജ് ചെയ്ത് വെക്കും. നിലവിൽ ഒരു റീചാർജ് പ്ലാൻ ഉള്ളപ്പോൾ മറ്റൊരു പ്ലാൻ റീചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലാൻ ആക്ടിവേറ്റ് ആവില്ല. ആ പ്ലാൻ പെൻഡിങ് ലിസ്റ്റിലാണ് ജിയോയിൽ കിടക്കുന്നത്. അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ ആ പ്ലാൻ ആക്ടിവേറ്റ് ആവുള്ളൂ. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ കയറുക, മൈ ജിയോ ആപ്പ് എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ജിയോ നമ്പർ വെച്ചിട്ട് ഇതിൽ ലോഗിൻ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ വ്യൂ പ്ലാൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കയറുക. വ്യൂ പ്ലാൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള എല്ലാ ഓഫേഴ്സും അതിൽ കാണിക്കും. പിന്നെ പെൻഡിങ്ങിലുള്ള ഓഫേഴ്സും ഇതിൽ കാണിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പെൻഡിങ്ങിലുള്ള ഓഫർ ആക്ടിവേറ്റ് ചെയ്യുക. ഇത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഫർ ആക്ടിവേറ്റ് ആവും. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ജിയോ സിമ്മിൻ്റെ നമ്പർ അറിയാനും ഡാറ്റ എത്ര യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാനും പിന്നെ പെൻഡിങ് ലിസ്റ്റിൽ വലിയ പ്ലാൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആപ്പിൽ കയറി നോക്കാതെ തന്നെ നമുക്ക് 1299 എന്നുള്ള നമ്പർ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ കോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും. അതിനുശേഷം നമ്മുടെ ഫോണിലോട്ടൊരു മെസ്സേജ് വരും. ഈ മെസ്സേജിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോ. ഈ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് നന്ദി. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.